ഒരു ദിവസം എനിക്ക് ഫോൺ വരുന്നത്, ഇതാ ഒരാളിവിടെ അങ്ങാടിയിലെത്തിയെന്ന് പറഞ്ഞു. എന്ന് നോക്കുമ്പോൾ എന്താണെന്നറിയോ, ഒരു പുള്ളിപ്പുലി ഒരു തെങ്ങി കയറി ഇരിക്കുകയാണ്. കയറി എടുക്കാൻ പറ്റും പുള്ളിപ്പുലിയല്ലേ? ചെറുപ്പക്കാരനായിരുന്നു പുലി, ഒരു 7 വയസ്സുണ്ട്. 3 തോട്ടം സൈമിൾട്ടേനിയസ് ആയിട്ട് മുറിച്ച് ഇങ്ങനെ മരങ്ങൾ വീണ് കിടക്കുക. 5000-ൽ പരം ലിറ്റർ വാഷടിച്ചങ്ങോട്ട് നേരം. ഇതിനകത്തുനിന്ന് ഓസ് ഇട്ടിട്ട് പുഴയുടെ കരയിൽ ഇരുന്നിട്ട് ഇങ്ങോട്ട് കലത്തിലോട്ട് ഇറക്കിയിട്ട് വെള്ളം അവിടെ ഉണ്ടല്ലോ, അതിലിങ്ങനെ വാറ്റലാമാരെ പണി. നിലമ്പൂർ ടീക്കിന് പകരം വേറൊരു ടീക്കില്ല. പക്ഷേ പഴയ ക്വാളിറ്റി ഇനി ഉണ്ടാവുന്ന തേക്കിനുണ്ടാവില്ല. സർക്കാരിനൊരു നഷ്ടം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മുൻനിര ജീവനക്കാരൻ്റെ നീളാണ്. എൻ്റെ കുടുംബം വിറ്റാൽ പോലും അത്രയും മരം കത്തിപ്പോയാൽ പൈസ അടയ്ക്കാക്കും എന്നെ കൊണ്ട്. സാറ് സർവീസിൻ്റെ ഒരു ഭൂരിഭാഗം സമയവും ജോലി ചെയ്ത് നിലമ്പൂർ തേക്ക് പ്ലാന്റേഷനുകളിലാണ്. അപ്പോൾ ഇവിടുത്തെ ലോകപ്രശസ്തമാണ് ഈ നിലമ്പൂരിലെ തേക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ സവിശേഷമായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതും ഒന്ന് നിലമ്പൂരിലെ മണ്ണ് തന്നെയാണ്. അതിന് അനുയോജ്യമായ മണ്ണാണ് അവിടെ ഉള്ളത്. മിക്കവാറും നല്ല സൈറ്റ് ക്വാളിറ്റിയുള്ള തേക്ക് അവിടെ തന്നെ പല സൈറ്റ് ക്വാളിറ്റി തിരിച്ചിട്ടുണ്ട്. നെല്ലിക്കുത്ത് തേക്കാണ് നമ്പർ 1 സൈറ്റ് ക്വാളിറ്റി. നെല്ലിക്കുത്ത് എന്ന് പറയുമ്പോൾ നെല്ലിക്കുത്ത് എന്ന് പറഞ്ഞാൽ പുന്നപ്പുഴയുടെ കരയ്ക്കുള്ള നെല്ലിക്കുത്ത് ഫോറസ്റ്റ്, റിസർവ് ഫോറസ്റ്റ് ആണ്. നെല്ലിക്കുത്ത് റിസർവ് ഫോറസ്റ്റിൽ ഉള്ള തേക്കാണ്. അപ്പോൾ ഈ തേക്കുകൾ പ്രധാനമായിട്ട് അവിടുത്തെ ഒരു മണ്ണിൻ്റെ സവിശേഷത കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഗ്രെയിൻസിൻ്റെ ഒരു ഭംഗി, പിന്നെ അതിൻ്റെ ഓയിൽ കണ്ടൻറ്റ്, ടെക്ടോക്കിനൈൻ എന്ന് പറയുന്ന ഓയിലിൻ്റെ കണ്ടൻറ്റ്. ആ ഓയിൽ ഉള്ളിടത്തോളം കാലം അതിൽ ഈ പെസ്റ്റുകൾ ഒന്നും അടുക്കില്ല. അങ്ങനെയുണ്ട്. പെസ്റ്റുകൾ അടുക്കാത്തത് ഈ ഓയിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ നിറം, അതിൻ്റെ ഗ്രെയിൻസിൻ്റെ മനോഹാരിത, അതേപോലെ തന്നെ അതിൻ്റെ നാച്ചുറൽ ഓയിൽ കണ്ടൻറ്റ് കൂടുതൽ. ഇത് രണ്ടുമാണ് ഇത് പ്രധാനമായിട്ട്, ഇത് മൂന്നുമാണ് ഇതിൽ പ്രധാനമായിട്ടും മറ്റു തേക്കുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന നിലമ്പൂർ തേക്കിന്. പിന്നെ നിലമ്പൂർ തേക്ക് ഹാർവെസ്റ്റ് ചെയ്യുന്നത്, അവിടെ ഫൈനൽ ഹാർവെസ്റ്റ് എടുക്കുന്നത് അതിന് ടീക്കിൻ്റെ റൊട്ടേഷൻ എന്നാണ് പറയുന്നത്. ടീക്ക് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഹാർവെസ്റ്റ് പ്ലാന്റ് ചെയ്ത ഡേറ്റ് മുതൽ വർഷം മുതൽ ഫൈനൽ ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള സമയത്തിനാണ് അതിൻ്റെ റൊട്ടേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 50 വർഷമാണ് നിലമ്പൂർ ടീക്കിൻ്റെ റൊട്ടേഷൻ പീരീഡ്. പ്ലാന്റ് ചെയ്ത് 50 വർഷം കഴിഞ്ഞാൽ പിന്നെ ഇത് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ടീക്ക് പ്ലാന്റ് ചെയ്യുന്നത് മുറിച്ച് വിൽക്കാൻ തന്നെയാണ്. അത് വനനശീകരണമല്ല. പലരും പറയുന്നുണ്ട്, ഓ ഇവന്മാർ ഇത് മുഴുവൻ കാട് മുഴുവൻ വെട്ടി മുറിച്ച് കൊണ്ടുപോകുമെന്ന് പറയുന്നത്. അങ്ങനെ അല്ല. അത് ജനങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. വനം വെട്ടി മാറ്റിയിട്ട് അവിടെ ഈ സിൽവി കൾച്ചർ എന്നാണ് ഇതിന് വനം കൃഷിക്ക് പറയുന്നത്. സിൽവി കൾച്ചർ തുടങ്ങി വെച്ചാൽ ബ്രിട്ടീഷുകാരാണ്, നമ്മളത് തുടരുന്നു എന്നേ ഉള്ളൂ. സർക്കാർ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ കൃഷി ചെയ്യുന്നതും അത് ഹാർവെസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ ടീക്ക് വെട്ടിയെടുത്തിട്ട് അവിടെ വീണ്ടും ടീക്ക് കൃഷി ചെയ്യുമ്പോൾ ആ ടീക്ക് തൈകൾ നമ്മൾ അതിൻ്റെ ഒരു 2 തൈകൾ തമ്മിലുള്ളൊരു അകലമുണ്ട്, എസ്പേസ്മെൻ്റ് എന്ന് പറയും. 2 മീറ്റർ ഒരു തേക്കിൽ നിന്ന് തൈയിൽ നിന്നും അടുത്ത തേക്കിൻ്റെ തൈയിലേക്ക് 2 മീറ്റർ ദൂരം ഉണ്ടാവും. അപ്പോൾ അടുത്തടുത്താണ് പ്ലാന്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊന്നും വെക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയ്ക്കൊന്നും വെക്കില്ല. ഈ 2 മീറ്റർ എസ്പേസ്മെൻറ്റിൽ ടീക്ക് നടും. അത് വെറുതെ നടുന്നതല്ല, അത് ഈ തൈകൾ അടുത്ത് നിൽക്കുമ്പോൾ തൈകൾ തമ്മിൽ മത്സരം വരും. നീളത്തിൽ പോവും, ബ്രാഞ്ച് പൊട്ടൂല, നേരെ സ്ട്രൈറ്റ് ആയിട്ട്. ഇത് എല്ലാ സസ്യങ്ങൾക്കും സവിശേഷതയുണ്ട്. എന്തെന്നറിയാം, മുകളിലൊന്നും വേറെ തടസ്സമൊന്നും ഇല്ലെങ്കിൽ അത് സ്ട്രൈറ്റ് ആയിട്ട് പോകും. വേരുകളും അങ്ങനെ തന്നെയാണ്. അതിന് സസ്യങ്ങളെ തിക്മോട്രോപ്പിസം എന്നാണ് പറയുന്നത്. ഇപ്പോൾ റൂട്ടും ഷൂട്ട് വളർന്ന് മുകളിലേക്ക് വരുമ്പോൾ ഈ ഷൂട്ടിൻ്റെ മുകളിലൂടെ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ ഈ ഷൂട്ട് എന്ത് ചെയ്യുന്നറിയാം, ഇങ്ങനെ വളഞ്ഞിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ തിരിഞ്ഞു പോകണം, മുകളിലേക്ക് തന്നെ പോകും. അപ്പോൾ അത് ഒഴിഞ്ഞു പോകും. അതിപ്പോൾ വേര് താഴോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, വേര് ഒരു പാറ കൊണ്ട് തടയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ തിരിഞ്ഞു വളർന്ന് അങ്ങനെ പോകും, അങ്ങനെ തിരിഞ്ഞു പോകും. ഇത് പിന്നെ അതിൻ്റെ റൂട്ടിനും ഷൂട്ടിനും ഉള്ള പ്രത്യേകതയാണ്. അപ്പോൾ ഈ ടീക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സ്റ്റമ്പാണ് പ്ലാന്റ് ചെയ്യുന്നത്. സ്റ്റമ്പ് എന്ന് പറഞ്ഞാൽ തൈ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തൈയുടെ മോൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ കിഴങ്ങുണ്ടല്ലോ, അതാണ് നമ്മൾ ഈ കമ്പിപ്പാര കൊണ്ട് കുത്തിയിട്ട് കുഴിയിൽ ഇറക്കി വെച്ച് മണ്ണ് നല്ല പ്രസ് ചെയ്ത് അടുപ്പിക്കും. ഇതിനെന്നറിയാം, നല്ല കരുത്ത ഉള്ള ഷൂട്ട് വരാൻ വേണ്ടിയാണ്. പൊട്ടിമുളയ്ക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടി മുകളിലേക്ക് വരുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നവനെ കണ്ടിട്ട് അതനുസരിച്ച് ഇങ്ങനെ പോകും, വളയില്ല. അങ്ങനെ എന്തിനാണെന്നറിയാം, നമുക്കിത് 50 വർഷം കഴിയുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ബോളും നല്ല നീളത്തിൽ തടിക്കട്ടെ, അതിന് വേണ്ടി ഇങ്ങനെ വളർത്താം. പക്ഷേ ഇതിങ്ങനെ അങ്ങ് നിർത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്നറിയോ, ഇത് മെലിഞ്ഞു പോകും. അപ്പോൾ ഒരു 5 വർഷം അത് ഇതിൽ ഒരു
ടീക്കിൻ്റെ ഒരു മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാവും. ഓരോ ഡിവിഷനിലും ഓരോ വർക്കിംഗ് പ്ലാൻ ഉണ്ടാവും. ആ വർക്കിംഗ് പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ചില എടുത്ത് പറയും വർക്കിംഗ് പ്ലാൻ 10 വർഷം കഴിയുമ്പോൾ ഇടയ്ക്ക് ഓരോന്ന് കട്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ എന്താണെന്ന് പറയുക, ഡയഗണലായിട്ട് ഓരോ തയ്യങ്ങ് മുറിച്ച് കളയും. പിന്നെ അടുത്ത 10 വർഷം കഴിയുമ്പോൾ അടുത്ത ഇതിനെ തിന്നിങ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. അടുത്ത നേരെ ഒരു ലൈൻ കഴിഞ്ഞ് ഒരു ലൈൻ അടുത്ത വിട്ടു കട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയോ, ഗ്യാപ്പ് കൂടി. അപ്പോൾ ഇവ ഒരുമാതിരി ഒരു 8-9 മീറ്റർ വളർന്നു കഴിയും. പിന്നെ അവൻ കനം വയ്ക്കാൻ തുടങ്ങും. അടുത്ത് മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കനം വയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നല്ല സ്ട്രെയിറ്റ് ബോൾ ഇങ്ങനെ വരും. ഇങ്ങനെ നേരെ മുകളിലേക്ക് തന്നെ ഇത് പോവുകയും ചെയ്യും. ഇത് വളർന്ന് വന്നിട്ട് പിന്നെ ഇടയ്ക്ക് കേടുള്ള മരങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ 30-40 വർഷത്തിലൊക്കെ നമ്മൾ മുറിച്ചെടുക്കും. പിന്നെ നല്ലതിനെ മാത്രം നിർത്തിയിട്ടാണ് നമ്മൾ 50 വർഷം ഫൈനൽ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കും. ഇത് ഹാർവെസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൽ വേറെ ഒരു പ്രശ്നമുണ്ട്. ഇത് നമ്മൾ നോട്ട് അക്കൗണ്ട് ചെയ്യുന്ന കണക്കാണ് മുറിക്കുമ്പം ഇതിൽ ടിമ്പർ അക്കൗണ്ട് ചെയ്യുന്നത്. അത് നല്ല കഴിവാണ്, അല്ലെങ്കിൽ പറ്റില്ല. ഒരു മുറിച്ചിട്ട മരം പണ്ടാണെങ്കിൽ നമ്മൾ കോടാലിക്കായിരുന്നു മുറിക്കുക, ആക്സ് കട്ടിങ്. ഇപ്പോൾ പിന്നീട് ഇപ്പോൾ എന്താണെന്ന് പറയുക, അത് വാൾ കൊണ്ട് പരമാവധി തടി കിട്ടാൻ വേണ്ടി വാൾ കൊണ്ട് അടിയിൽ നിന്ന് തന്നെ മുറിക്കും, കട്ട് ചെയ്യും, ചേർത്തും തറനിരപ്പിൽ നിന്ന് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിന് ബന്ധപ്പെട്ടൊരു ഫോറസ്റ്റർ ആയിരിക്കും ഇതിൻ്റെ ഇട മുറിക്കുക. അതിന് മൊത്തം ലെങ്ത് എടുക്കും. പിന്നെ മരം വീണ് കഴിഞ്ഞാൽ ബ്രാഞ്ചെല്ലാം കട്ട് ചെയ്യും. കട്ട് കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് എടുക്കും. ടോട്ടൽ ലെങ്ത് എടുത്തിട്ട് കിട്ടാവുന്ന ഓരോ ക്ലാസ് തിരിക്കും, തടി മാർക്ക് ചെയ്ത് കൊടുക്കും. ഇവിടെ ഒരു കട്ട് ചെയ്യുക, അവിടെ ഒരു കട്ട് ചെയ്യുക, അങ്ങനെ കഷ്ണങ്ങളാക്കുക, ഇടമുറി നടത്തി ഇങ്ങനെ ഇടുക. അപ്പോൾ അങ്ങനെ ക്ലാസിഫിക്കേഷനും കൺവേർഷനും നടത്താനൊരു കഴിവ് വേണം. പിന്നെ അതുമല്ല, മരം വീണ് കഴിഞ്ഞാൽ ആ മരം മുറിക്കുന്നതിന് മുമ്പ് അതിലൊരു അടയാളം മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ഒരു നമ്പർ ഉണ്ടാവും ഒരു ട്രീക്ക്. മാർക്കിംഗ് നമ്പർ എന്നാണ് അതിനെ പറയുന്നത്. മരം വീണ ഉടനെ ആദ്യം ചെയ്യുന്ന ആ മാർക്കിംഗ് നമ്പർ ആ കുറ്റിയിലടിക്കും. ഇത്ര നമ്പർ മരം നിന്നതാണ് ഇത്. അതിന് വേറെ പുസ്തകം ഉണ്ടാവും, നിന്നപ്പോൾ എടുത്ത കണക്കനുസരിച്ച്. നിൽക്കുമ്പോൾ ഇതിൻ്റെ ബ്രസ്റ്റ് ഹൈറ്റൊക്കെ നമ്മൾ എടുക്കും. ബ്രസ്റ്റ് ഹൈറ്റ് അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അറിഞ്ഞു എല്ലാ പ്ലാന്റേഷൻ ജേണൽ ഉണ്ടാവും. അത് ബ്രിട്ടീഷുകാരാണ് എഴുതി ശീലിപ്പിച്ചത്. ഒരു പ്ലാന്റേഷൻ നട്ടു തുടങ്ങുമ്പോൾ അവിടെ തറ ഒരുക്കുന്ന സമയം മുതൽ എല്ലാ കാര്യങ്ങളും ആ ജേണലിൽ എഴുതി വയ്ക്കും. അവർ പണിക്കാരെ പേര് വരെ എഴുതി വെച്ചിട്ടുണ്ടാവും, പ്ലാന്റേഷൻ ജേണൽ. അതിലെന്തെല്ലാം ചെയ്തു എന്ന് എഴുതി വെച്ചാക്കും. അപ്പോൾ ഈ ചിലപ്പോൾ പ്ലാന്റേഷൻ ജേണൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ തന്നെ ആ മരത്തിൻ്റെ പ്രായം നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയും, നിൽക്കുന്ന സ്റ്റാൻഡിങ് ട്രീയുടെ. അതിനുള്ളൊരു മെത്തേഡുണ്ട്. ഒരു പിന്നെ ഗ്രോത്ത് ഫാക്ടറൊക്കെ വെച്ചിട്ട് നമ്മളൊരു കണക്ക് കൂട്ടുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ തറനിരപ്പിൽ നിന്ന് നമ്മളെ നെഞ്ചുയരം, ഇപ്പോൾ എൻ്റെ നെഞ്ചുയരം ആയിരിക്കില്ല നിങ്ങളത്. അപ്പോൾ ഹൈറ്റിനനുസരിച്ച് മാറും. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 137 സെൻറ്റിമീറ്റർ ഉയരത്തിൽ, തറയിൽ നിന്ന് 137 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വരെ ചുറ്റോണം എടുക്കുന്ന അതിനാണ് ഗർത്ത് എന്ന് പറയുന്നത്. സ്റ്റാൻഡിങ് ട്രീയുടെ ഗർത്ത് എടുത്തിട്ട് ആ ഗർത്തിനെ ഈ പൈ കൊണ്ട് ഹരിക്കും. പൈ എന്ന് കേട്ടിട്ടുണ്ട്, 3.14. ആ പൈ കൊണ്ട് ഹരിച്ച് കിട്ടുന്നതിന് ആ ട്രീക്ക്, തേക്കിന് ഒരു ഗ്രോയിങ് ഫാക്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഇത് വെച്ചിട്ടുണ്ട്. ആ ഗ്രോയിങ് ഫാക്ടർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ പ്രായം കിട്ടും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആന ചത്തു കഴിഞ്ഞാൽ ആനയുടെ വെയിറ്റൊക്കെ എടുക്കുന്നതിനെന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് പൊക്കാനും നോക്കില്ലല്ലോ. അതിന് ഓരോ മെത്തേഡുകളുണ്ട്. അത് ആനയുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ സ്റ്റാൻഡിങ് ട്രീ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആദ്യം നിന്ന് എത്രത്തോളം ക്യൂബിക്ക് അടി ടിമ്പർ കിട്ടുമെന്ന് ആദ്യം തന്നെ എഴുതി വെച്ചിരിക്കുന്നു ഒരു ബുക്കിൽ. അപ്പോൾ ആ മുറിച്ചിട്ട് കഴിഞ്ഞാൽ മാർക്കിംഗ് നമ്പർ കുറ്റിയിലടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യത്തെ കഷ്ണം ഉണ്ടല്ലോ, ആദ്യത്തെ കഷ്ണം വീണ് കിടക്കുന്നതിൻ്റെ ആദ്യത്തെ മുറിയിട്ട് ആദ്യത്തെ കഷ്ണം, ആ ആദ്യത്തെ കഷ്ണത്തിന് റേഞ്ചിൽ ഒരു നമ്പർ, സ്റ്റോക്ക് നമ്പർ അടിക്കും. എന്നിട്ട് അതിൻ്റെ തലയിൽ എന്നാണ് തലഭാഗം, പീലി ഭാഗം എന്നാണ് നമ്മൾ പറയുന്നത്. തലഭാഗത്ത് ആ സോക്കട്ട് ചെയ്ത സ്ഥലമില്ല, അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ഈ മാർക്കിംഗ് നമ്പരും അടിക്കും. കുറ്റിയിലടിച്ച നമ്പറിലടിക്കും. അവിടെ ഉളി കൊണ്ടാണ് അടിക്കുന്നത്. അടിച്ചിട്ട് അവിടെ വേറെ കാര്യം ചെയ്ത് ഈ 3 കഷ്ണം ഉണ്ടെങ്കിൽ ആദ്യത്തെ കഷ്ണം A/A എന്നടിക്കും, രണ്ടാമത്തത് A/C എന്നടിക്കും, മൂന്നാമത്തത് A/D എന്നടിക്കും. ഇങ്ങനെ അടിച്ചു. അപ്പോൾ അറിയാം ഇത് ഇന്ന കുറ്റിയിൽ ഇത്രാം നമ്പർ സ്റ്റോക്കിൽ ഇന്ന മരത്തിൻ്റെ ഇത്രാമത്തെ കഷ്ണമാണ് ആണെന്നറിയും. അങ്ങനെ വളരെ ശ്രദ്ധിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബുക്കിൽ എഴുതാം. അതിൻ്റെ ഓരോ തേക്ക് തടിയുടെയും ഇപ്പോൾ 6 മീറ്റർ നീളമുള്ളൊരു തടിയാണെങ്കിൽ അതിൽ 3 മീറ്ററിൽ വെച്ച് അതിൻ്റെ തോലെടുക്കും.
തോലെടുത്തിട്ട് അണ്ടർ ബാർക്ക് മെഷർമെൻ്റ് എടുക്കും, ചുറ്റളവ് അത് എഴുതും. അന്നേരം അതിൻ്റെ സ്റ്റോക്ക് നമ്പർ എഴുതും, പിന്നെ അതിൻ്റെ നീളം എഴുതും, പിന്നെ അതിൻ്റെ വോളിയം പിന്നീട് കണക്ക് കൂട്ടും. ഇങ്ങനെ അക്കൗണ്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ഇറഗുലാരിറ്റിയും ഉണ്ടാവും. ഇത് ഡിപ്പോയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് ഡിപ്പോയിലേക്ക്, ഇത് സ്റ്റോക്കിൽ എടുത്തതിന് ശേഷം പെർമിറ്റ് എഴുതും. പെർമിറ്റ് എഴുതി ഇത്ര തടി കഷ്ണം അതിൻ്റെ സ്റ്റോക്ക് നമ്പർ അടക്കം ഡിപ്പോയിൽ. ഞാൻ ഡിപ്പോയിൽ 4 വർഷം പണിയെടുത്ത ആളാണ്, ഡിപ്പോ ഓഫീസറായിട്ട് അവിടെ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഡിപ്പോയിൽ ചെല്ലുമ്പോൾ അയാൾ എന്താ ഈ നമ്പർ വെച്ച് എല്ലാം ടിക്ക് ചെയ്ത് ഇറക്കും. അപ്പോൾ ഒരു കഷ്ണം മിസ്സാവില്ല. ഇങ്ങനെയാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. ഇതിലങ്ങനെ ഒരുപാട് എഴുതാനുണ്ട്. പക്ഷേ ഞാൻ മുമ്പ് ചെല്ലുമ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയോ, ഈ കരാറുകാരനുണ്ടാവും, അയാൾ കുറേ ആളുകളെ ഇതൊക്കെ ചെയ്ത് ശീലമുള്ള കുറേ ആളുകളെ അങ്ങ് വയ്ക്കും, അളക്കാനും എല്ലാം അക്കൗണ്ട് ചെയ്യാനും ഒക്കെ. അതിൽ അവിടെ പെട്ട ഫോറസ്റ്റർ അവിടെ പോയി ഫോറസ്റ്റ് ഒപ്പിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്ത് യുവമാർ എന്ത് ഇറഗുലാരിറ്റി കാണിച്ചാലും നമ്മളെ സ്റ്റാഫ് അറിയില്ല. അപ്പോൾ എന്ത് വേണം, നമ്മളെ സ്റ്റാഫിനെ കൊണ്ടത് ചെയ്യിക്കണം. ഇങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് ഒരു ഭയങ്കര പ്രശ്നം കേരളയിലുണ്ടായി. അന്ന് കൺവീനർ സമ്പ്രദായം ഉപയോഗിച്ചാണ് പണി ചെയ്യുന്നത്. ഓരോ കൺവീനർക്ക് അത് പിന്നെ ഈ രാഷ്ട്രീയക്കാർ പറഞ്ഞു വിടുന്നവർക്ക് കൺവീനർ ആയിട്ട് കൊടുക്കും. റേഞ്ച് ഓഫീസറും DFO ഒക്കെ ചേർന്ന് അവൻ ചെയ്തോട്ടെ അവൻ ചെയ്ത്. അപ്പോൾ അവൻ പോയിട്ട് എന്തെങ്കിലും പണിക്കാരെയും കൊണ്ടുവരും. അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് പറയും, ഞങ്ങൾ ഇന്നത്തെ തീയതി പണി തുടങ്ങും, മറ്റു ആരെയും ഒരു പൂജയൊക്കെ നടത്തി പണിയങ്ങ് തുടങ്ങുന്നു. ഇവരെന്ത് ചെയ്യുന്നില്ല, അവിടെ ചെന്ന് നിൽക്കും, ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കും. അവസാനം അവർ ഈ ഫോറം 3 അടക്കമുള്ള രജിസ്റ്റർ എഴുതിയിട്ട് ഒപ്പിടാൻ പറയുമ്പോൾ ഇവർ സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിട്ടു. ഇതിങ്ങനെ അന്ന് നടന്ന പൂളയ്ക്കപ്പാറ തിന്നിങ് നടക്കുകയാണ്. തിന്നിങ് എന്ന് പറഞ്ഞാൽ ഇടമുറി. അവിടെ സീരീസ് ഓഫ് പ്ലാന്റേഷനാണ്, ഒന്നിന് ഇങ്ങനെ ഒന്നൊന്നൊന്നായി ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ എല്ലാ പ്ലാന്റേഷനിലും മുറിയില്ല, പല പ്രായമാണല്ലോ. ഇതിങ്ങനെ ഓരോരുത്തരും മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂളയ്ക്കപ്പാറ നൊട്ടോറിയസ് ടീക്ക് ഫെല്ലിംഗ് കേസ് എന്നാണ് അതിനെ പറയുന്നത്. ഇതിങ്ങനെ മുറിച്ച് പോയപ്പോഴത്തേക്ക് പല പണിക്കാരും ഉണ്ട്. നാട്ടിലുള്ള മുഴുവൻ പണിക്കാരും ഓരോ തോട്ടത്തിൽ പണിയെടുക്കുക. ഇതിനകത്ത് കാടിനുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് മനസ്സിലായാലും അതിൻ്റെ ആവാസ വ്യവസ്ഥയിലാണ് ഈ കാണിക്കുന്നത്. ആന വെറുതെ ഒന്നും നിൽക്കില്ല ഇതൊക്കെ കാണുമ്പോൾ. ഇങ്ങനെ മുറിച്ച് തള്ളുക. ഒരു തോട്ടത്തിൽ തന്നെ 10-30 തൊഴിലാളികൾ നിന്ന് മുറിക്കും, അതിൻ്റെ അടുത്ത തോട്ടത്തിൽ 10-30 തൊഴിലാളികൾ നിന്ന് മുറിക്കും. ഇത് കാടിനുണ്ടാകുന്ന ഡിസ്റ്റർബൻസാണ്. നമ്മൾ ഈ പിന്നെ നിത്യഹരിത വനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ശബ്ദം എന്ന് പറയുന്നുണ്ടല്ലോ, നോയിസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 20-30 ഡെസിബലായിരിക്കും. എല്ലാ മൃഗങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ടോളറബിളായിട്ടുള്ള സൗണ്ടാണ്. ഒരു 65 ഡെസിബൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇറങ്ങി ഓടും. അതിനൊക്കെ ആ ശീലമില്ല, ഇത് കേട്ട് പരിചയമില്ല. അങ്ങനെ പുളയ്ക്കപ്പാറ ഒരു തോട്ടം മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് ഫോൺ വരുന്നത്, ഇതാ ഒരാളിവിടെ അങ്ങാടിയിലെത്തിയെന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ എന്താണെന്നറിയാം, ഒരു പുള്ളിപ്പുലി ഒരു തെങ്ങി കയറിയിരിക്കുകയാണ്. പുള്ളിയുടെ വാസസ്ഥലമായിരുന്നു. പുള്ളി 60 വർഷം പഴക്കമുള്ള തോട്ടം മുറിക്കുകയാണ്. പുള്ളി അവിടെ ജനിച്ച് അവിടെ തന്നെ വളർന്ന് അവിടെ വരുന്നതിനൊക്കെ പിടിച്ച് തിന്ന് ഷാപ്പിട്ട് അവിടെ കിടക്കുകയായിരുന്നു. ഒരു 10-40 തൊഴിലാളികൾ കയറി ചെന്നിട്ട് ഇതങ്ങോട്ട് വെട്ടി മുറിച്ചപ്പോഴത്തേക്ക് പുള്ളിയുടെ ഡിസ്റ്റർബൻസ് ബഹളവും ശബ്ദം എല്ലാം കാണിച്ചാൽ പുള്ളിക്കാരൻ ചാടി നാട്ടിലോട്ട് പോയി. നാട്ടിൽ പോയി തെങ്ങിൻ്റെ മുകളിൽ കയറിയിരുന്നു. അവിടെ ചെല്ലുമ്പോഴോ ജനങ്ങൾ കൂടി കിടക്കുക. ഇതിനെ എന്ത് ചെയ്യുന്നെന്ന് അറിയാണ്ട് എന്തെല്ലാം ചീത്തയാണെന്നറിയാം ഞങ്ങളെ വിളിക്കണത് ചെല്ലുമ്പോൾ. എന്നിട്ട് ഞങ്ങളൊക്കെ ഇത് സഹിക്കുകയല്ല, വേറെ മാർഗ്ഗമില്ലല്ലോ. ഇതിനെ താഴെ ഇറക്കണമല്ലോ. ഫയർഫോഴ്സുകാരെ വിളിച്ച പിന്നെ ഇതിനെ ഡാർട്ട് ചെയ്യണം. ഡാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മൈക്ക് വയ്ക്കണം. അത് ഡാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക, വെടിയല്ല, അത് ഒരു ഗണ്ണിനകത്തൊരു സിറിഞ്ചിട്ടിട്ട് അടിക്കണതാണ്. ഇതിനെ ഡാർട്ട് ചെയ്യണം. അപ്പോൾ വെറ്റിനറി ഡോക്ടർ ഒക്കെ എല്ലാത്തിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മുകളിൽ ഇരുത്തി ഡാർട്ട് ചെയ്താൽ താഴെ വീഴാൻ പാടില്ല. താഴെ വല കെട്ടി. പക്ഷേ ഡാർട്ട് ചെയ്ത് പുള്ളിക്കാരൻ തെങ്ങിൻ്റെ മേളിൽ ഇരുന്ന് അങ്ങ് ഉറക്കം തുടങ്ങി. എന്ത് ചെയ്യും, എടുക്കാൻ പറ്റുമോ? പുള്ളിപ്പുലിയല്ലേ. പിന്നെ അവിടുന്ന് 4-5 ആളുകൾ, പുള്ളി ചെറുപ്പക്കാരനായിരുന്നു, പുലി ഒരു 7 വയസ്സേ ഉള്ളൂ. 4-5 ആളുകളെ നെറ്റുമായിട്ട് കൊടുത്തിട്ട് ഇവരുടെ ഒരു കൊട്ടയുണ്ട്, ഈ പിന്നെ ഫയർഫോഴ്സുകാരുടെ, അതിനകത്ത് അവന്മാരെ നിർത്തിയിട്ട് കൊട്ട ഉയർത്തി കൊടുത്ത് അവന്മാർ പിന്നെ പിടിച്ച് കയറി ഇതിനെ മുകളിൽ വെച്ച് തന്നെ ഇതിനകത്ത് ചുരുട്ടിക്കെട്ടി പുറത്താഴെ കൊണ്ടുവന്നിട്ട് പിന്നെ അതിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഉൾക്കാട്ടിൽ വിടുകയാണ് ചെയ്തത്.
ഇത് ഈ ഡിസ്റ്റർബൻസ് കൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറയാം, ഇത്തരം ഡിസ്റ്റർബൻസ് വന്യമൃഗങ്ങളെ ഓടിക്കും, കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഓടിക്കും. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പുളയ്ക്കപ്പാറ മരമുറിയാണ്. അങ്ങനെ ഇവർ ഒരു തോട്ടം മുറിച്ചുകൊണ്ട് വന്നപ്പം ഡിസംബർ 31 ഒരു തോട്ടത്തിലെ മുഴുവൻ സ്റ്റോക്ക് എടുത്ത് ബില്ല് വാങ്ങണം. പണിക്കാർക്ക് കൂലി കൊടുക്കട്ടെ, ബില്ല് വാങ്ങണമല്ലോ കൺവീനർ. അപ്പോൾ അതിനപ്പുറത്തെ തോട്ടത്തിൽ പണിയെടുക്കുന്നവന് മാർച്ചിൽ ബില്ല് ആയാൽ മതി. എന്തെന്നറിയോ, അവൻ ഇവൻ്റെ പണിക്കാരെ എങ്ങനെയോ സ്വാധീനിച്ച് അങ്ങോട്ടുണ്ട്. അപ്പോൾ ഈ കൺവീനർ ബഹളം ഉണ്ടാക്കി, ഇവൻ്റെ പണി നിന്ന് ഇവനും ഡിസംബർ 31 മുമ്പ് ഇതാവണ്ടേ, ആവണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഇവൻ്റെ ബില്ല് മാറാക്കുമല്ലോ. ആ ഫണ്ട് ഡിസംബർ 31 ലാപ്സ് ആവും. അപ്പോൾ അപ്പുറത്ത് അവൻ വിളിച്ചുകൊണ്ട് പോയപ്പോൾ അവൻ അവിടെ ചെന്ന് അവനെ ചീത്ത പറഞ്ഞു. ഉടനെ അവൻ എന്താണെന്നറിയാം, എന്നെ കാണിച്ചു തരാം, അങ്ങനെയാണെങ്കിൽ നീ അവൻ്റെ അവിടെ പണിയെടുത്തിട്ട് മരം ഡിപ്പോയിൽ അടിക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തെന്നറിയാം, പോയിട്ട് രാത്രി കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് മറ്റവൻ സ്റ്റോക്കിലെടുത്ത് വെച്ചിരുന്ന മരമൊക്കെ എന്തെന്നറിയാം ഡീസൽ ഒഴിച്ച് കത്തിച്ചു. ഇങ്ങനെയുണ്ട്. ഇതിന് സംരക്ഷണമില്ലേ? എന്ത് സംരക്ഷണം, ആകെ ഒരു ഫോറസ്റ്റ് ഗാർഡാണ് അവിടെ ഉള്ളത്. അവർ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഇവർ നേരിട്ട് നിന്ന് ഇതെല്ലാം ചെയ്തിരുന്നുവെങ്കിൽ, എഴുത്തുപണി എല്ലാം ചെയ്തിരുന്നുവെങ്കിൽ ഇത് വരില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇറഗുലാരിറ്റി വരുന്നത് നമ്മുടെ ഭാഗത്തുള്ള വീഴ്ചകളുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇല്ലീഗലായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നത്. നമ്മളുടെ നോട്ടം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. അങ്ങനെ തൊട്ടപ്പുറത്ത് അവൻ്റെ ഇത് കത്തിച്ചു. അവൻ അടങ്ങിയിരിക്കും. അവൻ എന്തെന്നറിയോ, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഇതും കുറേ കത്തിച്ച്. സർക്കാരിൻ്റെ റവന്യൂ ആണ് ഈ കത്തിപ്പോണത്, മരമാണ് കത്തിപ്പോണത്. ഉടനെ അവന്മാരെന്തെന്നറിയാം, ഒരു ധാരണയിലായി. പല രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഒത്തുതീർപ്പാക്കി ധാരണയിലായി. അപ്പോഴും ഈ സ്റ്റാഫ് അറിഞ്ഞിട്ടുണ്ട്, ഇവരാരും പുറത്ത് പറഞ്ഞിട്ടില്ല. ഇവന്മാരെല്ലാം കൂടെ ചെന്നിട്ട് എന്തെന്നറിയാം, വേറെ ഒരു തോട്ടമുണ്ട്, മുറിക്കാത്ത തോട്ടം. ഈ മുറിച്ച് വെച്ചിരുന്നെല്ലാം സ്റ്റോക്ക് നമ്പർ എടുത്ത് വെച്ചിരുന്നത്, അതിൻ്റെ സുമാർ നീളവും വണ്ണമുണ്ട്. ഒരു മരം കണ്ടാൽ അറിയാമല്ലോ അതിൻ്റെ ഇതിന് പറ്റുമെന്ന്. വേറൊരു തോട്ടത്തിൽ നിന്ന് മുറിച്ച് കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ ഈ മുറിക്കാൻ പാടില്ലാത്ത തോട്ടം നിന്ന് മുറിച്ചാൽ കുറ്റി കാണുമല്ലോ. ആ കുറ്റിയുടെ പുറത്തൊക്കെ ചപ്പ് ചവറും ഡീസൽ ഒഴിച്ച് കുറ്റി കത്തിച്ചു. ഇങ്ങനെ നടന്ന കേരളയിൽ നടന്ന സംഭവമാണ് ഞാനീ പറയുന്നത്. ടീക്കിൽ പണിയെടുത്തപ്പോൾ അനുഭവിച്ചൊരു കാര്യമാണ് അറിയുന്നത്. ഞാൻ അന്ന് ഡിപ്പോയിലാണ്. അപ്പോഴാണ് ഒരു ദിവസം ഒരു ലോറി നിറയെ ഇങ്ങനെ മരം കയറ്റി അങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞ്, പാസ്സൊന്നും എഴുതിയിട്ടില്ല, ഇത് ഇവിടെ തട്ടിക്കോട്ടെ, അവിടെയൊക്കെ തീയാണെന്ന്. ഞാൻ പറഞ്ഞൊരു കാര്യം, ആ മൂലയ്ക്കോട്ട് തട്ടിക്കാന്ന് പറഞ്ഞു, വേറെ ഇതിലോട്ട് ഇങ്ങോട്ട് ഇടണ്ട, അത് പിന്നെ പാസ് എഴുതിയതിന് ശേഷം നോക്കിയെടുക്കാന്ന് പറഞ്ഞാൽ അവിടെ തട്ടി. അപ്പോൾ ഞാൻ നോക്കിയാൽ മിക്കവാറും ഒക്കെ കത്തിയിട്ടുണ്ട് പല കഷ്ണങ്ങളൊക്കെ. അതൊക്കെ പറയ്ക്കും പ്രത്യേകം ഇട്ട് ഞാൻ ഇതവിടെ ഇട്ട്. ഇതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഡിപ്പോയിൽ പണിയെടുക്കുകയാണ്. ഡിപ്പോയിൽ അന്ന് ഈ ടീക്കിൽ ഇപ്പം നമ്മൾ ഒരു സാധനം വാങ്ങാൻ കടയിൽ ചെല്ലുമ്പോഴേ, കാറ് വാങ്ങാൻ ചെല്ലുമ്പോൾ നല്ല ഡിസ്പ്ലേ ആയിരിക്കുമല്ലോ അല്ലേ. നമ്മളെ റോഡിൽ കൂടെ പോകണമെന്ന് കയറിയെന്ന് ചെല്ലുന്നതിന് ഞങ്ങൾക്ക് ഡിസ്പ്ലേ ഉണ്ട്. അന്ന് ലേലം നടക്കുമ്പോൾ ഈ മുരട് കഷ്ണങ്ങളൊക്കെ ഒരേ ക്ലാസ്സിൽ പെട്ടതൊക്കെ ഒരേ ലോട്ടായിട്ട് ഇങ്ങനെ റോ ആയിട്ട് പിടിച്ചു വയ്ക്കണം. അങ്ങനെ നമ്മൾ DF പറഞ്ഞത്, ഈ മന്ത്രിയായിരുന്ന M കമലത്തിൻ്റെ മോൻ ഒരാളുണ്ടായിരുന്നു, മുരളി DF. അയാൾ നല്ല മിടുക്കനാണ്. അയാളായിരുന്നു എൻ്റെ ഓഫീസറാണ്. അയാൾ പറഞ്ഞു, സുഗത, ഇങ്ങനെ നമ്മൾ മരം കണ്ടാൽ ആളുകൾ ചാടി വീണ് വിളിക്കണം, അതനുസരിച്ച് ഡിസ്പ്ലേ ചെയ്യണം മരം. അതിന് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നൊരു സമ്പ്രദായം കൊണ്ടുവന്ന റിപ്പോർട്ടിൽ ആ ഗ്രൂപ്പിംഗ് ആദ്യമായിട്ട് നിലമ്പൂർ ടീക്കിൽ നടത്തി ഞാൻ, ടീക്ക് ടിമ്പറിൽ. പിന്നെയാണ് പലയിടത്തും ഗ്രൂപ്പിംഗ് വന്നത്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വിട്ടപ്പോൾ റവന്യൂ ഭയങ്കര മാറ്റമുണ്ടായി. അപ്പോൾ അങ്ങനെ എവിടെയൊക്കെ നിന്നിട്ടുണ്ട് അവിടെയൊക്കെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഡിപ്പോയിൽ നിന്ന് എന്നെ നേരെ എന്ത് ചെയ്യുന്നറിയാം, ഡിപ്പോയിൽ 4 വർഷം ഞാൻ നിന്നപ്പോൾ എന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴും പുളയ്ക്കപ്പാറ ഈ പരിപാടി നടക്കുന്നുണ്ടേ, വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്തിനാണ് കൊണ്ടുപോയെന്ന് ഞാൻ DF എടുത്ത് ചോദിച്ചാൽ പറഞ്ഞെന്നറിയാം, അവിടെ ഒരു 3 തോട്ടം തിൻ ചെയ്യാനുണ്ട്, അത് നീ ഒന്ന് ചെയ്തു തരണം. അങ്ങനെ ആവശ്യത്തിന് വേണ്ടി എന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി 3 തോട്ടം സൈമിൾട്ടേനിയസ് ആയിട്ട് മുറിച്ച് ഇങ്ങനെ മരങ്ങൾ വീണ് കിടക്കുക. അപ്പോഴാണ് അവിടെയുള്ള കുറേ ആളുകൾ വന്നിട്ട് എന്നോട് പറയുന്നത്, സാറേ നിങ്ങളിപ്പോൾ പുതിയതായിട്ട് വന്നതല്ലേ, ഇവിടെ ഈ കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്ന പുഴയുടെ സൈഡിലെല്ലാം ചാരാവാറ്റാണ്. അത് 1000 ലിറ്റർ വാഷ് ഇവന്മാർ കുഴിയെടുത്തിട്ട് അതിൽ പ്ലാസ്റ്റിക് വിരിച്ചിട്ട് വാഷ് കലക്കി വെച്ചിട്ട്
മുകളിലും ഇതൊക്കെ ഇട്ട് മൂടിയിട്ടിട്ടുണ്ട്, ഞങ്ങൾ കാണിച്ചു തരാം പൊട്ടിക്കാൻ. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ അത് പൊട്ടിക്കാനല്ല വന്നത്. അപ്പോൾ മദ്യവിരുദ്ധ സമിതിയാണ്. ഞാനിപ്പോൾ അത് പൊട്ടിക്കാനല്ല വന്നത്, ഞാൻ ഈ 3 തോട്ടം മുറിക്കാനാണ് വന്നത്. അത് മുറിച്ച് തീർന്നിട്ട് വേണമെങ്കിൽ നോക്കാം. എന്നെ യവന്മാർ വിചാരിച്ചതെന്നറിയാം, ഞാൻ അവന്മാരെ നിന്ന് പൈസ വാങ്ങിയിട്ട് നിൽക്കുകയാണെന്നാണ്. ഇവന്മാരെന്ത് ചെയ്യുന്നറിയാം, മദ്യവിരുദ്ധ സമിതിയല്ലേ, രാഷ്ട്രീയക്കാരുകളുണ്ട്. ഇവന്മാർ നേരെ ചെന്ന് DFI വിളിച്ചിട്ട് DFO എടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇയാൾ ഈ വിവരം പറഞ്ഞിട്ട് ഇന്ന സ്പോട്ട് വരെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാം, അത് നടപടിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ നടപടിയെടുക്കുന്നില്ല. DFI എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ സുഹൃത്തുമാരെല്ലാം കൂടെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, വലിയ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പറയുന്നത്. അവന്മാർ പറയുന്നത് നീ അവന്മാരെ നിന്നെല്ലാം പൈസ പേടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സാറൊരു കാര്യം ചെയ്യും, ഞാനൊരു റിപ്പോർട്ട് എഴുതി തരാം. ഈ 3 തോട്ടം സൈമിൾട്ടേനിയസ് ആയിട്ട് മുറിച്ചിട്ടിരിക്കുന്ന മരങ്ങൾ, അതിൻ്റെ ഉത്തരവാദിത്വം സാർ ഏറ്റെടുക്കുന്നു. ഞാൻ ഇത് നിർത്തി വെച്ചിട്ട് അവന്മാരെ ചാരായം പൊട്ടിക്കാൻ പോയി കഴിഞ്ഞാൽ അവന്മാർ കാടടക്കം തീ വയ്ക്കും. തീ വെച്ചാൽ എത്ര കോടി രൂപ നഷ്ടപ്പെടും. അങ്ങനെ അപ്പോഴാണിത് മനസ്സിലായത്. അങ്ങനെ പറഞ്ഞ് അവന്മാരെ പണിക്ക് നോക്കി പൊയ്ക്കോളാൻ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാൻ പറഞ്ഞു. അവന്മാരുടെ അടുത്ത് പറയാനൊക്കെ നമുക്ക്. ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഞാൻ എന്നിട്ട് പറഞ്ഞു, സാറേ ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ അവസാനത്തെ കഷ്ണവും ഡിപ്പോയിൽ കൊണ്ട് എത്തിച്ചതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്ന പണി ഇതായിരിക്കും. DFO അടുത്ത് പറഞ്ഞു, നീ അങ്ങേർക്കത് അറിയാവുന്നതാണ്. അങ്ങേര് പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യും, നീ നിന്നെ ഏൽപ്പിച്ച പണി ചെയ്യും, പിന്നെ നമുക്ക് നോക്കാം, നീ പറഞ്ഞാണ് എൻ്റെ ശരി. ഞാനത് മുഴുവൻ ചെയ്ത് അവസാനത്തെ കഷ്ണം ഡിപ്പോയിൽ കൊണ്ടിട്ട് DFOയ്ക്ക് ഫോൺ ചെയ്തു, ഒരു വണ്ടി പോലീസിനെ എനിക്ക് ഇങ്ങോട്ട് ഇട്ടുതരാം. അന്ന് എനിക്കെതിരെ അവിടെ റോഡിലൊക്കെ ഓരോ മൂലയ്ക്കില്ല കോർണർ യോഗങ്ങൾ പോലെ വെച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചൊരു കാലഘട്ടമാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ. കോർണർ യോഗങ്ങൾ വെച്ചിട്ട് തെറി പറയുക, പൈസ മേടിച്ച് നക്കുക, മറ്റു കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നതാണ്. ഞാനും കേൾക്കാൻ പോകില്ല, ആളുകളൊന്നും പറയും സാറേ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് നിങ്ങളെക്കുറിച്ച്. എന്നിട്ട് ഞാൻ പറഞ്ഞ്, ഞാൻ അവന്മാരെ കണ്ടിട്ടല്ല ഇതിൽ പണിയെടുക്കാൻ വന്നത്, എനിക്ക് എങ്ങനെ പണിയെടുക്കാനെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ എൻ്റെ പണി ചെയ്യും. അവന്മാർ എന്ത് തെറിയാണെങ്കിലും വിളിച്ചോട്ടെ, പക്ഷേ അവസാനത്തെ കഷ്ണം വരെ ഡിപ്പോയിൽ എത്തിച്ചതിന് ശേഷം ഞാൻ DFO എടുത്ത് വിളിച്ചു, ഒരു വണ്ടി പോലീസ് ആ ക്യാമ്പിൽ നിന്ന് പറഞ്ഞ് രാവിലെ പറഞ്ഞ് ഒരു 2 മണിയായപ്പോൾ ഒരു വണ്ടി നിറയെ പോലീസാണ്. പോലീസ് വന്നപ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ കൊടുത്തു. ഞാൻ പറഞ്ഞു 2-3 ദിവസം പണിയുണ്ട്. അങ്ങോട്ട് ഇറങ്ങി, ഞാനും അടക്കം അങ്ങോട്ട് ഇറങ്ങി. ഒരു 10,000-ൽ പരം ലിറ്റർ വാഷ് അടിച്ചങ്ങോട്ട് നേരത്തെ. ഇത് നിലമ്പൂർ കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ്റെ അവിടെ ഉള്ള സ്ഥലം, കാട്ടിനുള്ളിലാണ്. കാട്ടിൽ നിന്ന് തേക്ക് തോട്ടം ആണ് അവിടെ എല്ലാം. അതിൻ്റെ ഉള്ളിൽ പുഴയുണ്ട്, കാഞ്ഞിരപ്പുഴ. പുഴയുടെ പക്കൽ സൈഡിൽ നമ്മൾ രാത്രി എന്തെന്നറിയാം, ഇതിനകത്തുനിന്ന് ഓസ് ഇട്ടിട്ട് പുഴയുടെ കരയിലിരുന്നിട്ട് ഇങ്ങോട്ട് കലത്തിലോട്ട് ഇറക്കിയിട്ട് വെള്ളം അവിടെ ഉണ്ടല്ലോ, അതിലിങ്ങനെ വാറ്റലാവന്മാരെ പണി. എനിക്കിത് അറിയില്ല, പക്ഷേ അവിടെ ചെന്നപ്പോൾ പലരും പറഞ്ഞു അവിടെ വാറ്റുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ്. പക്ഷേ നമ്മളെ ഉദ്ദേശം വേറെയാണ്. നമ്മൾ ചെന്നത് സർക്കാരിന് വേണ്ടി ചെന്നതാണ്. അപ്പോൾ എന്ത് ത്യാഗമാണോ ഞാൻ സഹിച്ചില്ല, അവന്മാർ എന്ത് തെറിയണമെങ്കിലും വിളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് അടിച്ച് മുഴുവൻ നിരത്തി പത്രത്തിൽ ഇത് എടുത്ത് കൊടുത്ത് ഇത് വാഷൊക്കെ എടുത്ത് കളയുന്ന പോലീസുകാർക്ക് എന്തൊരു കാര്യമായിരുന്നു അറിയാം. അവന്മാർ പുഴയൊക്കെ നീന്തി കയറി അക്കരെ പോയി ഈ വാഷ്. അവന്മാർ പറഞ്ഞു ഇത്രയധികം വാഷുകൾ അതിന് മുമ്പ് ഇരുന്നവർ ശ്രദ്ധിക്കാതിരുന്നിട്ടല്ലേ. അപ്പം നമ്മൾ ആളുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നം. ശ്രദ്ധിച്ചാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിഞ്ഞു. പക്ഷെ അത് മുഴുവൻ അടിച്ച് നിരത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് പത്രത്തിലും കൊടുത്തു. അപ്പോഴാണ് ഇവർ കുറേ നേതാക്കൾ എന്നെ തിരഞ്ഞ് കോട്ടേഴ്സിൽ വന്നപ്പോൾ ഞാൻ അവരോട് വിരോധമൊന്നും കാണിച്ചില്ല. വന്നിട്ട് എൻ്റെ ചോദിച്ചു, സാറേ നിങ്ങൾ ഏതായാലും അത് ചെയ്തല്ലോ, ഇത്തിരി വൈകിട്ടാണ്. ഞാൻ പറഞ്ഞേ എനിക്ക് ഓരോന്ന് ചെയ്യേണ്ടൊരു സമയമുണ്ട്. ഇതിങ്ങനെ ചെയ്തിരുന്ന് ഇപ്പോൾ ഒരു 4-5 കോടി രൂപയുടെ മരമ്മമാരെ കത്തിപ്പോയി, നിങ്ങൾ തരുമെന്ന് ചോദിച്ചു. എനിക്ക് ഇതിൽ വേറൊരു കുഴപ്പമുണ്ട് വനം വകുപ്പിൽ. ഈ മുൻനിര ജീവനക്കാർക്ക് എന്താണെന്നറിയാം, സർക്കാരിൻ്റെ ഒരു നഷ്ടം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മുൻനിര ജീവനക്കാരൻ്റെ നീലാക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ കുടുംബം വിറ്റാൽ പോലും അത്രയും മരം കത്തിപ്പോയാൽ പൈസ അടയ്ക്കാക്കും എന്നെ കൊണ്ട് പറ്റുമല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അത് ഇങ്ങനെ നടന്ന് അവിടുന്ന് മരം എത്തിച്ചപ്പോഴാണ് എന്നെ നേരെ എന്ത് ചെയ്യുന്നറിയാം, വിജിലൻസിൽ പോസ്റ്റ് ചെയ്തു, ഫ്ലൈങ് സ്ക്വാഡിൽ. അപ്പോൾ വിജിലൻസ് DFO എന്നോട് പറഞ്ഞാൽ എന്താണെന്നറിയാം, സുഗതാൻ നിന്നെ വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ല, ഇവിടെ ഒരു പണിയുണ്ട്. അപ്പോൾ പൂളയ്ക്കപ്പോൾ വേറെ കേസുണ്ടല്ലോ, അതിൻ്റെ അന്വേഷണം എവരാണ് നടത്തുന്നത്, വിജിലൻസ്. അത് അന്വേഷണം നടത്താനെന്ന് പറഞ്ഞാൽ ടിമ്പറിൽ പണി അറിയാവുന്ന ആളുകളാണെങ്കിലേ
ടിമ്പറിലെ ഇറഗുലാരിറ്റി അറിയൂ, അല്ലേ? അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്നെ വിളിച്ച് അവിടെ ഏൽപ്പിച്ച്, അങ്ങനെ പുളയ്ക്കപ്പാറ മരമുറിയിലെ റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് ഞാനാണ് എഴുതിയുണ്ടാക്കി. അന്ന് റേഞ്ച് ഓഫീസറുണ്ടായിരുന്നു, അദ്ദേഹം പുതിയ ആളായിരുന്നു, അദ്ദേഹത്തിന് ഇതിൽ പരിചയക്കുറവുണ്ട്. പക്ഷേ ഞാൻ പോയിരുന്ന് കംപ്ലീറ്റ് എഴുതി എല്ലാം എഴുതി. എന്നിട്ട് എന്തെന്നറിയോ, ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം പിടിച്ച് കേസെഴുതി അവന്മാരെയൊക്കെ ശിക്ഷിച്ചു. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഈ സർക്കാരിനുണ്ടായ നഷ്ടം മുഴുവൻ ഈടാക്കിക്കൊണ്ടാണ് അവസാനിപ്പിച്ചത്. അന്ന് അവിടെ ഇരുന്ന DF ഉണ്ട്, അയാളെ പണി പോകുമായിരുന്നു. അയാൾക്ക് IFS കിട്ടാനുള്ള സമയമാണ്, ഇത് ക്ലിയർ ആവാതെ IFS കിട്ടൂല. അപ്പോൾ അവർക്ക് ആവശ്യമെന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മളെ മുന്നിൽ തള്ളി ഇറക്കി റിപ്പോർട്ട് കിട്ടണമല്ലോ. അങ്ങനെ സർക്കാരിന് മരത്തിൻ്റെ വില വിറ്റിരുന്നെങ്കിൽ സർക്കാരിന് കിട്ടേണ്ട ടാക്സ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടേണ്ട ഇൻകം ടാക്സ്, ഈ പൈസ മുഴുവൻ അവിടുത്തെ ജീവനക്കാരെ കൊണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ള ജീവനക്കാരെ കൊണ്ട് സർക്കാരുണ്ട്. ചിലർക്കാണെങ്കിൽ ഒറ്റയ്ക്ക് അത്രയും പൈസ അടയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് ശമ്പളത്തിൽ നിന്ന് റുപ്യ വെച്ച് പിടിച്ചോളാൻ പറഞ്ഞു. അതിൻ്റെ പിടുത്തം നടക്കുന്നവരിപ്പോഴും ഉണ്ട്. അതങ്ങനെ എഴുതി അവസാനിപ്പിച്ച്. അങ്ങനെ പൂളയ്ക്കപ്പാറ ഈ ടിമ്പറിൻ്റെ പണി അറിയാവുന്നതുകൊണ്ടാണ് പൂളയ്ക്കപ്പാറ പ്രമാദം, ഇത് കണക്ക് പ്രമാദമായൊരു കേസ് വേറെ ഉണ്ടായിട്ടില്ല പറഞ്ഞു. പൂളയ്ക്കപ്പാറ ഇല്ലീഗൽ ഫില്ലിങ്, ആ റിപ്പോർട്ട് എത്ര ദിവസം ഉറക്കൊഴിഞ്ഞിരുന്നാൽ, ഇത് എഴുതിയുണ്ടാക്കുന്ന പറഞ്ഞാൽ എളുപ്പം പണിയൊന്നുമല്ല. അന്നാണെങ്കിൽ ഈ കമ്പ്യൂട്ടറിൽ അത്ര വലിയ പരിപാടിയൊന്നും ഇല്ല, എല്ലാം എഴുതി ഉണ്ടാക്കുക, എഴുതി ഉണ്ടാക്കി കൊണ്ടുപോയി കമ്പ്യൂട്ടറിൽ അടുപ്പിച്ച് പ്രിൻ്റ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് വെളിയിൽ കൊണ്ട് ചെയ്യിക്കാനും ഒക്കില്ല, ഇത് വിവരം പുറത്തു പോകില്ല. അങ്ങനെ എഴുതിയുണ്ടാക്കി ആ റിപ്പോർട്ട് എനിക്കിപ്പോഴും കാണുമ്പോൾ അത് തിരുവനന്തപുരത്ത് വിജിലൻസ് CCF ഓഫീസിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്, ബൈൻഡൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പുളയ്ക്കപ്പാറ മരമുറി. ആ റിപ്പോർട്ട് എടുത്ത് ആരെങ്കിലും ഒരു മനുഷ്യൻ വനംവകുപ്പിലെടുത്ത് വായിക്കുകയാണെങ്കിൽ അവൻ ടിമ്പർ ഓപ്പറേഷൻ എല്ലാം വായിച്ച് തരുമ്പോൾ പഠിച്ചിരിക്കും. അത് മനസ്സിലായില്ല. അങ്ങനെയാണ് അത് എഴുതി ഉണ്ടാക്കിയത്. അതിനൊക്കെ സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഓരോരുത്തടുത്ത് എന്നെ പോസ്റ്റ് ചെയ്തത് ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെല്ലിക്കുത്തിൽ ഞാൻ ഇരുന്നപ്പോൾ ഒരു ആന എന്നെ വല്ലാണ്ട് പ്രശ്നമാക്കി. ഞാൻ ടീക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ടീക്കിൽ നോക്കിക്കണ്ട് പണിയെടുത്തില്ലെങ്കിൽ, ടിമ്പർ അക്കൗണ്ടിൽ പണിയെടുത്തില്ലെങ്കിൽ ഇത് പോവും. നിലമ്പൂർ ടീക്കിന് പകരം വേറൊരു ടീക്കില്ല. പക്ഷേ പഴയ ക്വാളിറ്റി ഇനി ഉണ്ടാവുന്ന തേക്കിന് ഉണ്ടാവില്ല. അത് മോണോകൾച്ചർ 2-3 റൊട്ടേഷനായ പ്ലാന്റേഷനുണ്ട്. ഒരു 50 വർഷം കഴിഞ്ഞ് മുറിച്ച് വീണ്ടും 50 വർഷം കഴിഞ്ഞ് മുറിച്ച് 350 വർഷം 150 വർഷമൊക്കെ കഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ 50 വർഷം കഴിയുമ്പോൾ ഒരു ടീക്ക് പ്ലാന്റ് ചെയ്തിട്ടത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഈ പഴയ ഈ 1800-ലൊക്കെ ഇത് തുടങ്ങിയ നിലമ്പൂർ ടീക്ക് പ്ലാന്റേഷൻസിൽ ഇപ്പോൾ നിൽക്കുന്ന ഏറ്റവും പ്രായം കൂടിയ മരം, അങ്ങനെ പ്രായം കൂടിയ മരം നിർത്താറുണ്ട്. പ്ലാന്റേഷനിൽ പ്രായം കൂടിയ മരമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ HV കനോളിയുടെ പേരിൽ നിർത്തിയിട്ടുള്ള 2.31 ഹെക്ടർ സ്ഥലത്തുള്ള 117 തേക്ക് അയാളെ പേരിൽ പ്രിസർവേഷൻ പ്ലോട്ടാക്കി നിർത്തിയിട്ടുണ്ട്. കൺസർവേഷൻ പ്രിസർവേഷൻ അതെന്ന് പറഞ്ഞാൽ അതിന് മുറിക്കില്ല. അത് വീഴങ്ങനെ ചെയ്താൽ എന്തെങ്കിലും എടുക്കാമെന്നല്ലാതെ മുറിക്കില്ല. അങ്ങനെ ഇതിനൊരു പ്രിസർവേഷൻ ഉണ്ടോ? അതിപ്പോൾ 1846 അതിന് കൂട്ടുന്നത് കണക്ക്. പ്ലാന്റിങ് 40 തുടങ്ങി പ്ലാന്റേഷൻ, പക്ഷേ 1846 തീർന്നത്. അപ്പോൾ 1846 പ്ലാന്റേഷൻ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ എത്ര 180 വർഷം കഴിഞ്ഞില്ലേ, അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ തീക്കിനൊരു സ്വഭാവമുണ്ട്. പ്രായം കൂടുമ്പോൾ എന്തെന്നറിയാം, ഇവൻ്റെ തായ്വേരില്ലേ, തായ്വേര് ദ്രവിച്ചു പോകും. പിന്നെ അവൻ്റെ പാർശ്വവേരുകളുണ്ട്, അതിലാണ് പുള്ളിക്കാരൻ പിടിച്ചു നിൽക്കുന്നത്. പാർശ്വവേരുകൾ ഡീപ്പായി പോകില്ല. ഈ തേക്കിന് ഈ പാർശ്വവേര് കൂടുതൽ ഇറക്കി കഴിഞ്ഞാൽ ആ വേരിൻ്റെ ഒരു ഫ്ലൂട്ടിങ് മുകളിലോട്ട് ഇങ്ങനെ ഉണ്ടാവും. ആ ഉരുളൻ ഇതങ്ങ് പോവും. പിന്നെ ഇങ്ങനെ നീണ്ട മഴകൾ ഇങ്ങനെ ഉണ്ടാവും. ഈ വേരുകൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി മരം സ്വയം ചെയ്യുന്ന ഒരു ബാലൻസാണ്. അപ്പോൾ അതെന്താ ഇത് ചിലപ്പോൾ പിടിച്ചു നിൽക്കില്ലെന്ന് വരും. അതുകൊണ്ട് എന്താ ഈ തേക്കുകളൊക്കെ തറ കെട്ടിയിട്ടുണ്ട്, മറിഞ്ഞു പോയിരിക്കാൻ. മറിഞ്ഞു പോകും. തേക്ക് പ്രായം ചെന്നാൽ മറിഞ്ഞു പോകും. അങ്ങനെ സംഭവിക്കും. പക്ഷെ ഇങ്ങനെ പ്രിസർവ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായ വിഷയങ്ങളാണ് ഈ പറഞ്ഞത്.